പാല് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് കറങ്ങാനായിട്ട് പോയി കേട്ടോ. ഫസ്റ്റ് പോയത് നമ്മൾ അടിമല തുറയായിരുന്നേ. നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്, ഫസ്റ്റ് ടൈമാണ് ഞാൻ പോകുന്നത്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് നല്ല ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ, നല്ല ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാനായിട്ട് പറ്റിയ ഒരു സ്ഥലമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കണ്ട് അവിടെയാണെങ്കിൽ നമ്മൾ പോയപ്പോഴത്തേക്ക് വെള്ളം കയറി കിടക്കുന്ന കേസ്. പക്ഷെ നല്ല പേടിയായിരുന്നു കേട്ടോ. താഴ്ചയുണ്ടോ ഒന്നും അറിയാനും വയ്യ. ഈ കാണുന്ന പോലെയൊന്നുമല്ല. ദൂരെ നിന്ന് കാണുമ്പോഴത്തേക്ക് നന്നായിട്ട് പേടിയാവും കേട്ടോ. നമുക്ക് പിന്നെ പകുതി നമ്മൾ പേടിച്ച് നിന്ന്. കുറച്ച് കഴിഞ്ഞപ്പം ദൂരെ നിന്ന് കുറേ ആൾക്കാർ പോകുന്ന കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലായി. ഞാനും കീർത്തിയും എല്ലാവരും ഒക്കെ ആയിട്ട് നടന്നു പോയി കേട്ടോ. അങ്ങനെ നമ്മൾ കടത്തിരുത്തെത്തിയേ. ഒരുത്തി വലിയ കാര്യത്തിൽ എൻ്റെ കൈയും പിടിച്ച് പോവുകയാണ്. അവൾക്ക് നല്ല പേടിയാണ്, പക്ഷെ പോവുകയാണ് കേട്ടോ. കണ്ടില്ലേ ഗൈസ്, അവൾക്ക് പേടിയാണ്, പക്ഷെ അവൾ അടങ്ങി നിൽക്കില്ല. അങ്ങനെ നമ്മൾ കടൽത്തീരത്തൂടെ നടന്നെടുത്ത് നമ്മൾ ആഴിമല പോവുകയാണ്. അടുത്തായിരുന്നു അടിമല തുറന്ന് നമുക്ക് നടന്നു പോകാനായിട്ട് എളുപ്പമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആഴിമല എത്തി. നല്ല വെയിലുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്, കാണാൻ നല്ല രസമാണ്. പക്ഷേ ആ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴുക്ക് വെള്ളമാണ്. മീൻസ് എന്തൊക്കെ സെപ്റ്റിക് ടാങ്കൊക്കെ തുറന്നു വിട്ട വെള്ളമെന്നാണ് തോന്നുന്നത്. ഭയങ്കര സ്മെല്ലൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ആഴിമലയൊക്കെ എത്തി. നമ്മൾ അവിടെ നിന്ന് പിന്നെ അടുത്ത് വിഴിഞ്ഞത്താണ് പോയത്. വിഴിഞ്ഞത്ത് പോയത് മീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേടിക്കാമെന്നും പറഞ്ഞ് പോയതാണ്. പക്ഷേ നമ്മൾ പോയപ്പോഴത്തേക്കും ഒരു മീനും ഇല്ല ഗൈസ്. നല്ല ഐശ്വര്യമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഏതെടുത്താലും 160 പറഞ്ഞ് കയറിയപ്പോൾ അവിടെ നല്ലതൊന്നും ഇല്ല ഗൈസ്. മീൻസ് നമുക്ക് ആവശ്യമുള്ള ഒരു സാധനവും അവിടെ ഇല്ല. അങ്ങനെ അതൊന്നും വാങ്ങിക്കാണ്ട് പിന്നെ നമ്മൾ കീർത്തിയൊരു ബാഗൊക്കെ എടുത്ത് വെച്ച് നോക്കി, പക്ഷെ അമ്മ വാങ്ങിച്ചു കൊടുത്തില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.